ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഉണ്ടമുളക് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് വളമിടാനുള്ള പരിപാടിയാണ്. കംപ്ലീറ്റ് സ്ഥലം വൃത്തിയാക്കണം. ഇതിലൊക്കെ നിൽപ്പുണ്ട്. ഇതിലൊക്കെ ഉണ്ടമുളകിൻ്റെ തൈയാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ നല്ല രീതിക്ക് വൃത്തിയാക്കി എടുക്കണം. മൊത്തം പോച്ച പിടിച്ച് മഴ കാരണമാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കിടന്നത്. 250 മൂടുണ്ട്. ഇതെല്ലാം ക്ലിയറാക്കി എടുക്കണം. ഇതെല്ലാം ഉണ്ടമുളകാണ്. എന്താ തൈയൊക്കെ ഇങ്ങനെ വലുതായിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല രീതിക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് തൈ ഉണ്ടെന്ന് പറയത്തില്ലായിരുന്നു. ആ രീതിക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒരുമിച്ച് വെച്ച തൈകളാണ്. 250 മൂടുണ്ട്. ഇതിങ്ങനെ ക്ലിയറാക്കി എടുക്കുകയാണ്. ഇനി ഇതിനകത്ത് ഇന്ന് വളമിടാനുള്ള പരിപാടിയാണ്. വളമിടാന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി കണ്ട് ഇവിടെയൊക്കെ മഴ കാരണം തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ ആയിപ്പോയതാണ്. പുല്ലും ഇതൊക്കെ ആയിട്ട് കിടക്കുകയാണ്. കുറച്ച് പയർ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും വളമിടാൻ പോവുകയാണ് തോണ്ടി. ഇത് മണൽ പ്രദേശമാണ്. മണൽ എന്ന് പറഞ്ഞാൽ വളക്കൂറുള്ള മണ്ണല്ല, മണലുമായിട്ടുള്ള മണലാണ് ഏറ്റവും കൂടുതൽ. ഈ ആറ്റിൻ്റെ തീരമൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര മണലിൻ്റെ ശല്യമുള്ള സ്ഥലം. വെച്ച തൈ ഇതൊക്കെ മഴയ്ക്ക് മുമ്പ് വെച്ച തൈകളാണ്. ആ സമയത്ത് വെച്ചതെല്ലാം ഇങ്ങനെ അഴുകിപ്പോയി മഴ പെയ്ത്. ഇപ്പോൾ അതിനുശേഷം കുറേ തൈ വെച്ച്. ഇന്നലെയും കുറേ തൈ വെച്ച്. ഇടയ്ക്ക് കേട് വന്നങ്ങ് വാടിപ്പോകുന്നുണ്ട്. ഇതേപോലെ വന്ന് നല്ല രീതിക്ക് വന്നിട്ട് ഇതേപോലെ അങ്ങ് വാടിപ്പോവും. അത് മഴ കാരണമുണ്ട്. മഴ ഭയങ്കര മഴയല്ലേ, അത് കാരണം അതിങ്ങനെ ആയിപ്പോകുന്നതാണ്.